ഹായ് ഫ്രണ്ട്സ്, മല്ലു ബക്സ് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങിയ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഏണിങ്സ് കിട്ടിയ വെബ്സൈറ്റ് പരിചയപ്പെടുത്താമെന്ന് കരുതി. വെബ്സൈറ്റ് എന്ന് വേറൊന്നുമല്ല, ടൈം ബക്സ് ആണ്. ഈ ടൈം ബക്സ് എന്ന് പറയുന്നത് വളരെ ട്രസ്റ്റഡ് ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ക പേയ്മെൻറ്റ് എന്ന വെബ്സൈറ്റാണ്. കഴിഞ്ഞ 2 മാസത്തിലാണ് ഞാൻ ടൈം ബക്സ് ഉപയോഗിക്കാൻ തുടങ്ങി. ഈ 2 മാസത്തിലാണ് ഞാൻ ഉണ്ടാക്കി $1-2 എന്നല്ല, $64 ആണ്. അതുകൊണ്ട് ഫ്രീ ടൈമിൽ വർക്ക് ചെയ്ത് മാത്രം ഉണ്ടാക്കിയാണ് $64 എന്ന് പറയുന്നത്. അപ്പോൾ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇതിൽ നിന്ന് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ടൈം ബക്സിൽ ഇനിയും അക്കൗണ്ട് എടുക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് വേണ്ടിയുള്ളതാണ്. ടൈം ബക്സിൽ എങ്ങനെ അക്കൗണ്ട് എടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ടൈം ബക്സിൻ്റെ സൈനപ്പ് പേജിലേക്ക് ചെല്ലുന്നതായിരിക്കും. അവിടെ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ടൈം ബക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിനുശേഷം ടൈം ബക്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷൻ മെയിൽ അയക്കുന്നതായിരിക്കും. അപ്പം മെയിൽ ബോക്സിൽ പോയിട്ട് ആ വെരിഫിക്കേഷൻ മെയിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് വെരിഫൈ ചെയ്യുക. അക്കൗണ്ട് വെരിഫൈ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ടൈം ബക്സിൻ്റെ ഓപ്പണിംഗ് പേജിലേക്ക് തന്നെ വരുന്നതായിരിക്കും. അവിടെ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഐ അഗ്രി എന്നൊരു ഓപ്ഷൻ കാണും. ആ ഐ അഗ്രി ക്ലിക്ക് ചെയ്യുക. ഐ അഗ്രി ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് സർവേ എന്നൊരു ഓപ്ഷൻ കാണും. ആ സർവേ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളൊരു 30 സർവേ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറയും. സർവേ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു ക്വാളിറ്റി ടെസ്റ്റ് പോലെ ആദ്യത്തെ 30 സാധനം കംപ്ലീറ്റ് ആക്കാൻ പറയുന്നതാണ്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ആക്കുക. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പാരഗ്രാഫ് വരും. അതിനകത്ത് നോക്കിയിട്ട് താഴെ റൈറ്റ് ആൻസർ ശരിയാക്കുക. ക്വാളിറ്റി ആയിട്ട് ചുമ്മാ ടെസ്റ്റ് പോലെ നടത്തുന്നതാണ്. അതിനകത്ത് ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എംപ്ലോയ്മെൻറ്റും പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം മതി. എംപ്ലോയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇനി അഥവാ മാറ്റി വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവേ കുറവായിരിക്കും കിട്ടുക. പിന്നെയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ 35-നും 45-നും ഇടയിൽ കൊടുക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല സർവേ കിട്ടത്തുള്ളൂ, ക്വാളിഫൈയും ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ അതിലൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല, നമുക്ക് പാരഗ്രാഫ് നോക്കി ചെയ്യാമെന്നുള്ളൂ. ആകെ നിങ്ങൾ ഈ 2 കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കൺട്രി കൊടുക്കുമ്പോൾ ഇന്ത്യ കൊടുക്കുക. വേറെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ബാക്കി സർവേ നമുക്ക് വായിച്ച് ചെയ്യാമെന്നുള്ളൂ. ഇനി നിങ്ങളുടെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും കുഴപ്പമൊന്നുമില്ല, സർവേ കിട്ടും, കിട്ടാതിരിക്കത്തൊന്നുമില്ല. പക്ഷേ സർവേ കിട്ടുന്നത് കുറവായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. 35-45 കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ മാത്രമേ നല്ലൊരു സർവേ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ അത് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഇനി മുമ്പോട്ട് നമ്മൾ എല്ലാ സർവേക്കും ആ ഡേറ്റ് ഓഫ് ബർത്താണ് കൊടുക്കുന്നത്. വേറെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റി കൊടുത്താൽ നമ്മൾ സർവേ ക്വാളിഫൈ ആകത്തില്ല. അപ്പോൾ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെ ആ 30 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കുക. അത് ഞാൻ ക്വാളിറ്റി ടെസ്റ്റിൻ്റെ സർവേ കഴിഞ്ഞ് നിങ്ങൾ നേരെ നമ്മൾ ആദ്യം കണ്ട മെയിൻ പേജിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ മുകളിൽ ഒരു 3 ബാർ കാണാം. ആ ബാറിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആ സെറ്റിങ്സ് ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് നമ്മുടെ പ്രൊഫൈലിന് സെറ്റ് ചെയ്യുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒറിജിനൽ ഡീറ്റെയിൽസ് കൊടുക്കുക. പേര്, ഏജ്, ഇവിടെ ഒറിജിനൽ കൊടുക്കാവുള്ളൂ. അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഏതെങ്കിലും മെട്രോപൊളിറ്റൻ സിറ്റി കൊടുക്കുക. കൊടുക്കുന്നത് ഏത് സിറ്റിയാണോ അതാണ് നമ്മുടെ സിറ്റി. ഇനിമൽ ഞാൻ ഡൽഹിയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണം കൊടുക്കാം. ഡൽഹി, ചെന്നൈ, ഹൈദരാബാദ് ഏത് വേണം കൊടുക്കാം. ഡൽഹി കൊടുക്കുക. പിന്നെ നമ്മുടെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നതാണ് നമുക്ക് ഇതിനകത്തൊരു $5 അയക്കുമ്പോൾ ഒരു വെരിഫൈ ഉണ്ട് അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ നമ്മുടെ ഒറിജിനൽ ഡീറ്റെയിൽസിന് കൊടുക്കണം. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഒറിജിനൽ ഡീറ്റെയിൽസ് കൊടുക്കുക. ആകെ മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പിൻകോഡും പ്ലേസും മാത്രം മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു 700 സെൻറ്റ് സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടിയിരിക്കും. ഇനി നിങ്ങൾക്ക് നേരെ സർവേ പേജിൽ പോയി നോക്കിയാൽ ഇഷ്ടംപോലെ സർവേ എടുക്കുന്നത് കാണാം. ഇനി സർവേ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, എങ്ങനെ ക്വാളിഫൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോകൾ ഇടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ആയാലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.